നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. എപ്പോഴും വിവാദങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശേഷമാണ് കെ ഫാമിലിയിലെ ഓരോ അംഗങ്ങളും നിരന്തരം വിവാദങ്ങളിൽ ഉൾപ്പെടാൻ തുടങ്ങിയത്. ഏറ്റവും ഒടുവിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയെ കുടുംബം നോക്കുന്നില്ല എന്ന പ്രശ്നമാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. സിന്ധു കൃഷ്ണയുടെ സഹോദരിയുടെ മകളും യൂട്യൂബറുമായ തൻവി അമ്മൂമ്മയുമായി നടത്തിയ ഒരു വീഡിയോ കോൾ പുറത്തുവിട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കാനഡയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തിയ തൻവി അമ്മയുടെ അമ്മയ്ക്കൊപ്പം തറവാട്ടിലാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി താമസം. മക്കൾ നോക്കാതെ ആയതോടെയാണ് തൻവി അമ്മൂമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഭർത്താവും 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും തൻവിക്കൊപ്പമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി തന്റെ ഇളയ കുഞ്ഞ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണെന്നും അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നും പുതിയ വ്ലോഗിൽ നിറകണ്ണുകളോടെ തൻവി പറഞ്ഞിരുന്നു. കുറെ നാളുകളായി ഞാൻ വ്ലോഗൊന്നും ഇടുന്നില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയോ എന്റെ കുഞ്ഞിനെ കടിക്കുന്നുണ്ട്. കുഞ്ഞിന് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. മാറി മാറി ഒരുപാട് ഡോക്ടർമാരെ കുഞ്ഞിനെ കാണിച്ചു വരികയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ അനുഭവിക്കുകയാണ്. കുഞ്ഞിന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. പലവിധ കാര്യങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തും വരെ ഈ വീട് വിട്ട് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ അവസ്ഥ മെച്ചപ്പെടുമോ എന്നും അറിയാൻ കഴിയുമല്ലോ. ആദ്യം കരുതി മോൻ സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന പനി വല്ലതും കുഞ്ഞിന് പിടിച്ചതാകും എന്ന്. പിന്നീട് മനസ്സിലായ അതല്ല എന്ന്. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരുപാട് കുരുക്കളും അലർജിയും വന്നിട്ടുണ്ട്. കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ വീട്ടിൽ ഇതേ അവസ്ഥയിൽ തുടർന്നാൽ കുഞ്ഞിന് ഡെങ്കു വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. വീട് വിട്ട് മാറി നിന്ന് ഡീപ് ക്ലീനിങ് എങ്ങാനും ചെയ്യേണ്ടി വരും. ഞങ്ങൾ വാടകയ്ക്ക് മാറിയാലോ എന്നുള്ള ആലോചനയിലാണ്. വീട് നോക്കാൻ മുഴുവൻ സമയവും നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മുമ്മ വാടക വീട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. ഞാൻ ചോദിച്ചു നോക്കി. ഈ വീട് വിട്ട് എവിടെയും പോകില്ല. ഞാനും നിന്റെ അപ്പൂപ്പനും നിന്ന വീടാണ്. ഇവിടം വിട്ട് എവിടേക്കും ഞാൻ വരില്ല എന്നുള്ള രീതിയിലാണ് അവർ. അപ്പോൾ അമ്മൂമ്മയ്ക്കൊപ്പം നിൽക്കാൻ ഒരാൾ വേണം. ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റില്ല. ഈ വീടിനടുത്ത് തന്നെ നമുക്കൊരു വാടക വീട് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ ഇനി ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അമ്മൂമ്മയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും. എനിക്ക് മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കോ ഭർത്താവിനോ മൂത്ത മകനോ പ്രശ്നങ്ങളില്ല. കുഞ്ഞിനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. കുഞ്ഞിനെ ആശുപത്രിയിൽ കയറ്റി ഇറക്കി എനിക്ക് എന്തോ പോലെയായി. ഇങ്ങനെ പോയാൽ കുഞ്ഞിന് വല്ല അസുഖവും വരും. ഞാൻ അത്രത്തോളം കെയർ ചെയ്ത് നോക്കുന്ന കുഞ്ഞാണ്. പിന്നെ ചിലർ പറയുമായിരിക്കും അമ്മൂമ്മയെ കളഞ്ഞിട്ട് പോയതാണെന്ന്. എനിക്ക് മോളാണ് ഇപ്പോൾ പ്രധാനം. മറ്റൊന്നും എനിക്ക് കുഴപ്പമില്ല. കുഞ്ഞ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. 3.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് എന്നാണ് തൻവി പറഞ്ഞത്. തൻവി അമ്മൂമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തതോടെയാണ് സിന്ധു കൃഷ്ണ അമ്മയെ നോക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതിന്റെ പേരിലും ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. അടുത്തിടെയാണ് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് ആഘോഷമായി തൻവി നടത്തിയത്. സ്വന്തം അമ്മയും തൻവിയുമായി അടുപ്പത്തിലല്ല. ഭർത്താവിന്റെ കുടുംബം മാത്രമാണ് തൻവിക്ക് സഹായമായുള്ളത്. എന്നാൽ തൻവിയുടെ വീഡിയോ വലിയ ചർച്ചകൾക്ക് കാരണമായി. തൻവി നാട്ടിലേക്ക് വരും മുൻപ് സിന്ധു കൃഷ്ണയുടെ പിതാവ് മരിക്കുന്നതുവരെയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് സിന്ധു കൃഷ്ണയും മക്കളും ചേർന്നാണ്. അച്ഛന്റെ മരണശേഷം അമ്മയുമായി ഒത്തുപോകാൻ സിന്ധുവിന് കഴിയാതെ വരികയായിരുന്നു. കുട്ടിക്കാലം മുതൽ നോക്കി വളർത്തിയവർ എന്ന കടമയും അമ്മൂമ്മയോട് തൻവിക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സംരക്ഷിക്കാനായി നാട്ടിലേക്ക് എത്തിയത്. തൻവിയും കുടുംബവും സ്ഥിരതാമസത്തിനായി എത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ വീട് വൃത്തിയാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് സിന്ധുവും അഹാനയും അമ്മൂമ്മയോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല. ഇവർ വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മൂമ്മ തടയുകയും ചെയ്തിരുന്നു. അതെല്ലാം ഇവരും അമ്മൂമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാകാൻ കാരണമായിട്ടുണ്ട്. പുതിയ വ്ലോഗ് പുറത്തു വന്ന ശേഷം തൻവിക്ക് വിമർശനവും പരിഹാസവുമാണ് ഏറെയും ലഭിക്കുന്നത്. അമ്മൂമ്മ പിടിവാശിക്കാരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ എന്നാണ് തൻവിയോട് ചിലർ കമന്റിലൂടെ ചോദിച്ചത്. അമ്മൂമ്മ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ? ചിലവും കൂടി കാണും. അഹാന പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവരെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ തൻവിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇത്രയും പെട്ടെന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 5-6 മാസമെങ്കിലും അവിടെ താമസിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. വാചകം പോലെ എളുപ്പമല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ട് ചാടിയ അമ്മുമ്മ പെരുവഴി. അതല്ലേ അഹാന ഒരു വീഡിയോയിൽ പറഞ്ഞത്? കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും അവരുടെ മണ്ടയ്ക്ക് കയറി നൈസായിട്ട് അമ്മുമ്മയെ ഒഴിവാക്കിയല്ലേ? അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ? ഇതിന്റെ പേരിൽ വീട് മാറി താമസിക്കാൻ ഒരു അവസരം കിട്ടിയതുപോലെ ഉണ്ടല്ലോ തൻവി. അപ്പോൾ അമ്മുമ്മ ഒറ്റയ്ക്കാവില്ലേ? മുൻപ് എന്തൊരു കൺസേൺ ആയിരുന്നു. അമ്മുമ്മയെ നോക്കി മടുത്ത കാണും അല്ലേ തൻവി? എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. വീട് മാറി താമസിക്കാനുള്ള പ്ലാനിലാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തലുകളും പരിഹാസവും വരുമെന്ന് തനിക്ക് അറിയാമെന്നും എന്നിരുന്നാലും തനിക്ക് അതല്ല വിഷയമെന്നും മകളുടെ ആരോഗ്യമാണെന്നും വ്ലോഗിൽ തൻവി പറഞ്ഞിരുന്നു. തൻവി തന്റെ വ്ലോഗിലൂടെ പങ്കുവച്ച ചില കാര്യങ്ങളും അതിന് പിന്നാലെ അമ്മുമ്മ വസന്ത് നടത്തിയ വെളിപ്പെടുത്തലുകളുമാണ് കൃഷ്ണകുമാർ കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് വിവാദങ്ങളെ എത്തിച്ചത്. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അഹാനയ്ക്കും കുടുംബത്തിനുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ വിചാരണ നടക്കുകയും ചെയ്തു.
അമ്മയുടെ അമ്മയെ അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചു, സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്നതിന്റെ എല്ലാം പേരിലാണ് അഹാനയ്ക്ക് വിമർശനം ലഭിക്കുന്നത്. എന്നാൽ അമ്മുമ്മ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ സംസാരിച്ചതിനാലാണ് താൻ അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചത് എന്നാണ് അമ്മുമ്മയെ സംരക്ഷിക്കാത്തതിന് പിന്നിലെ കാരണമായി അഹാന പറഞ്ഞിരുന്നത്. കൃഷ്ണകുമാർ കുടുംബത്തിലെ അംഗങ്ങളിൽ ഏറ്റവും ജനപ്രിയയും ആളുകൾക്ക് ബഹുമാനം തോന്നിയിരുന്നതുമായ വ്യക്തിത്വമായിരുന്നു അഹാന കൃഷ്ണയുടേത്. കുടുംബവുമായി ബന്ധപ്പെട്ട എന്ത് വിവാദങ്ങൾ ഉണ്ടായാലും അനാവശ്യമായി പ്രതികരിക്കുകയോ പ്രകോപിതയാകുകയോ ചെയ്യാതെയിരുന്നു എല്ലാം താരപുത്രി കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ തൻവിയുടെ വീഡിയോ സിന്ധു കൃഷ്ണയെ പ്രതിക്കൂട്ടിൽ നിർത്തിയപ്പോഴും അഹാനയും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അഹാനയുടെ വിശദീകരണ വീഡിയോയ്ക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ അഹാന അയച്ച മെസ്സേജുകൾ തൻവി പുറത്തുവിട്ടതോടെയാണ് കാര്യങ്ങൾ മാറുമറിഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.